ഓപ്പറേഷൻ സിന്ദൂറിനെതിരായ സമൂഹമാധ്യമ പോസ്റ്റിൽ വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തതിൽ മഹാരാഷ്ട്ര സർക്കാരിന് ബോംബെ ഹൈക്കോടതിയുടെ വിമർശനം. പെൺകുട്ടി മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും ഭാവി നശിപ്പിക്കരുതെന്നും കോടതി പറഞ്ഞു. ദേശതാൽപര്യത്തിന് വിരുദ്ധമായി വിദ്യാർത്ഥി പ്രവർത്തിച്ചെന്ന കോളേജിന്റെ ആക്ഷേപവും കോടതി തള്ളി. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയുടെ ഭാവി നശിപ്പിക്കരുത് എന്ന നിരീക്ഷണമാണോ കോടതിയിൽ നിന്നുണ്ടായത്? ദിവ്യ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ബോംബെ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉയർത്തിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റിനാണ് മെയ് 7-ാം തീയതി ബോംബെയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തത്. ഇത് വിദ്യാർത്ഥിനിയുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയാണെന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കേസ് NIA ഏറ്റെടുക്കുകയും മഹാരാഷ്ട്ര ATSും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് വന്നതും രൂക്ഷമായ ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെയും ഈ എഞ്ചിനീയറിംഗ് കോളേജിനെയും ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. അതായത് ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് തൊട്ട് പിന്നാലെ ഇവിടെ നിന്ന്, അതായത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഈ വിദ്യാർത്ഥിനെ പുറത്താക്കുന്ന നടപടി അവർ സ്വീകരിച്ചിരുന്നു. അതിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അനുമതി നിഷേധിക്കുകയാണെന്നും അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതാനുള്ള അനുമതിയാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യം അംഗീകരിക്കണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഒരു കുട്ടിയുടെ ഭാവി വെച്ചുള്ള കളിയാണ് നടത്തുന്നതെന്നും അത്തരത്തിലുള്ള ഒരു നീക്കം അനുവദിക്കാൻ കഴിയില്ല എന്നുമാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.